ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് വെച്ചാൽ കുട്ടികളുടെ ഓണം സെലിബ്രേഷൻ്റെ വ്ളോഗാണ്. പ്ലസ് കുഞ്ഞൊരു സദ്യ, അവിയലും കൂട്ടുകറിയും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടില്ല നല്ലൊരു നാടൻ സദ്യയുടെ റെസിപ്പികളും കൂടി ഉണ്ട്. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. പുതിയ വ്യൂവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഈ ഒരു ക്ലിപ്പ് വന്നിട്ട് വ്യാഴാഴ്ച രാത്രിക്കലത്തെയാണ്. അപ്പോൾ മോൾക്ക് പട്ടുപാവാട എടുത്തിട്ടുണ്ടായിരുന്നു പുതിയത്. ഒരു ഡാർക്ക് പച്ച കളറായിരുന്നു. അതുകൊണ്ട് തന്നെ ഡ്രസ്സിലേക്ക് മാച്ചിങ് ആയിട്ടുള്ള കമ്മലും മാലയും ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം മേടിച്ചിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അത്താൻ്റെ അടുത്ത് കടയിലൊന്ന് കയറി എന്നതിന് ശേഷം വന്നു. പിന്നെ ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും വേറെ എടുത്തിട്ടില്ല. പിന്നെ ഈ ഒരു ക്ലിപ്പ് എന്താണെന്ന് വെച്ചാൽ വെള്ളിയാഴ്ച രാവിലെ നേരത്തെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. കുട്ടികൾ മദ്രസയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ്. ഉറങ്ങി എണീറ്റ പാടെ അവൾക്ക് ഇതേപോലെ ഒന്ന് സോഫയിൽ വന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണം. എന്നതിന് ശേഷം പിന്നെ അവൾ ഒന്നും കൂടി ആക്റ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുള്ളൂ. അങ്ങനെ മക്കൾ മദ്രസയിൽ പോയി വന്നതിന് ശേഷം പിന്നെ ഞാൻ അവരെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. ഈ ഓണത്തിന് ഇങ്ങനെ ഒരുക്കി കൊടുക്കാൻ ഉമ്മാക്കും ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഉമ്മ വന്നിട്ട് ഉമ്മാൻ്റെ വകയാണ് പട്ടുപാവാട പുതിയത്. കഴിഞ്ഞ വർഷം ഇതേപോലെ പുതിയത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വർഷം എടുക്കണില്ല എന്ന് വിചാരിച്ചതാണ്. കാരണം അതിന് മാത്രമേ അവൾ അത് ഇട്ടിട്ടുള്ളൂ. അപ്പം അവൾക്ക് പക്ഷേ ഇമ്മ എടുത്തത് കൊണ്ട് പിന്നെ ഞാൻ ഇതന്നെ ഇട്ട് കൊടുത്തു കേട്ടോ. പുതിയ പട്ടുപാവാട തന്നെ ഇട്ട് കൊടുക്കുകയും ചെയ്തു. അതിലേക്ക് മുല്ലപ്പൂവും കാര്യങ്ങളൊക്കെ തലേ ദിവസം മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളുടെ തലയിൽ ഒരു കുത്തബ് മിനാറ് പണിത് വെച്ചിട്ടുണ്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിറയെ മുല്ലപ്പൂവും റോസാപ്പൂവും എത്ര ഉണ്ടെങ്കിലും വെച്ചാലൊന്നും അവൾക്കൊരു പ്രശ്നമേ ഇല്ല. അവൾക്ക് അങ്ങനെ വെക്കുന്നത് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഒരുങ്ങുന്നത് അവൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ മാക്സിമം അവളുടെ തലയിൽ ചെയ്യാൻ പറ്റിയതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നതിന് ശേഷം അവർ അങ്ങനെ സ്കൂളിൽ പോവുകയാണ്. സ്കൂളിൽ പോകുമ്പോൾ ആ സമയത്ത് മോള് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ചെറുതുണ്ടായിരുന്നത്. ഫറഹാക്കും അതേപോലെ ഒരുങ്ങണം, അവൾക്കും ഇങ്ങനെ പുറത്ത് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ശരി അവർ പോട്ടെ, നിനക്ക് ഞാൻ മാറ്റിത്തരാം, എന്നിട്ട് നമുക്ക് പുറത്ത് പോവാന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് മാറ്റി ഒരുക്കി കൊടുത്തതാണ് കേട്ടോ. അതിൽ തന്നെ അവൾ ഹാപ്പിയായി. ഇതാണ് ഫമിക്കുട്ടിക്ക് കഴിഞ്ഞ കൊല്ലം എടുത്തിട്ടുണ്ടായിരുന്ന പട്ടുപാവാട. പുതിയ പട്ടുപാവാടയാണ് കേട്ടോ. അത് അധികം ഇട്ടേ കൊടുത്തിട്ടില്ല. അങ്ങനെ ആ പട്ടുപാവാടയും കുറച്ച് ജ്വല്ലറീസ് ഇവിടെ ഉണ്ടായിരുന്നതൊക്കെ വെച്ച് കൂട്ടിയിട്ട് ഒരു റോസാപ്പൂ ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ചിട്ട് അവളിനെ ഒരുക്കി കൊടുത്തപ്പോൾ തന്നെ ആൾ ഹാപ്പിയായി ഒരു ഭാഗത്ത് ഇരുന്നു. അപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നേരെ കിച്ചണിലോട്ട് കയറി. ഒരുപാട് സദ്യയല്ലേ, അപ്പോൾ കുറച്ച് സമയം പിടിക്കുന്ന കാര്യമാണ്. പോരാത്തതിന് വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ പെട്ടെന്ന് ആയി കിട്ടില്ല. ഓരോ വീഡിയോൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടും ഇതാക്കിയിട്ടൊക്കെ സമയം ഒരുപാട് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം തന്നെ കിച്ചണിൽ കയറിയിട്ടുണ്ട് കേട്ടോ. മുകളിലടുത്ത് ഇക്കാക ഉണ്ട്. അങ്ങനെ ആദ്യം തന്നെ ഞാൻ സാമ്പാറിനുള്ള പരിപ്പ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ എല്ലാതും. അപ്പോൾ സാമ്പാറിന് വന്നിട്ട് ഞാൻ പരിപ്പിൽ കുറച്ച് വെളുത്തുള്ളി ഇട്ടുകൊണ്ട് അങ്ങനെ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചതാണ്. പിന്നെ അപ്പുറത്തെ ചെറിയ അടുപ്പിൽ വന്നിട്ട് പാല് തിളപ്പിക്കാനും വെച്ചു പായസത്തിനുള്ള കേട്ടോ. അപ്പോൾ പരിപ്പ് വെന്തിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് എടുത്ത് മാറ്റിയിട്ട് വലിയ അടുപ്പിലേക്ക് പായസത്തിനുള്ള പാല് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചെറിയ അടുപ്പിൽ വന്നിട്ട് സാമ്പാറിനുള്ള എല്ലാ കഷ്ണങ്ങളും ഇട്ടിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിങ്ങണ്ട് കുക്കർ അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം കുക്കറിൽ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ കഷ്ണങ്ങൾ. ഒരു വിസിലൊക്കെ മതിയല്ലോ, പച്ചക്കറിയല്ലേ. അപ്പം അതങ്ങനെ കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാല് വന്നിട്ട് നല്ലതുപോലെ വലിയ അടുപ്പിലേക്ക് വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിളച്ചു കിട്ടും. ആ തിള വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മളുടെ പെട്ടെന്ന് പായസമാവില്ലേ, ഇൻസ്റ്റൻറ്റ് പായസം മിക്സാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടയാണ് അത് ഞാൻ അതിലേക്ക് ചേർത്തി കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എന്നിട്ട് ചെറിയ അടുപ്പിലേക്ക് വെച്ചു. എന്നതിന് ശേഷം വലിയ അടുപ്പിലേക്ക് നമ്മൾ സാമ്പാർ കഷ്ണങ്ങൾ വെച്ചപ്പോൾ അത് പെട്ടെന്ന് വിസിൽ വന്നു. അപ്പോൾ സാമ്പാർ കഷ്ണങ്ങൾ വെന്തു, അത് ഞാൻ മാറ്റി വെച്ചു. എന്നതിന് ശേഷം ഞാൻ ചെറിയ അടുപ്പിലേക്ക് പായസത്തിന് മാറ്റിയത് വലിയ അടുപ്പിലേക്ക് വെച്ചിട്ട്
പിന്നെ ചെറിയ അടുപ്പിൽ വന്നിട്ട് എന്താണ് കുമ്പളങ്ങ, അതുപോലെ തന്നെ ചേന, പിന്നെ പാകത്തിന് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും അതുപോലെ തന്നെ കടലപ്പരിപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ ഒരു വലിയൊരു കഷ്ണം ശർക്കരയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെന്തിനാന്ന് വെച്ചാൽ കൂട്ടുകറിക്കാണ്. അപ്പോൾ അത് അവിടെ കിടന്നിട്ട് വെന്തോളും. അതിന് വേണ്ടിയിട്ട് വലിയ അടുപ്പിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ അട ഇട്ട് കഴിഞ്ഞു എന്ന് വെച്ചാൽ അത് സ്ലോ ആയിട്ട് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ അടുപ്പിൽ വെച്ചിട്ടാണ് പായസം. അപ്പം അട വെന്തോന്ന് നോക്കിയപ്പോൾ അട നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. സംഭവം മധുരം നോക്കുമ്പോൾ മധുരം അത്ര ഇല്ല. നമ്മൾ സാധാരണ പായസം മിക്സ് മേടിക്കുമ്പോൾ നല്ല മധുരം ഉണ്ടാവും. ഇതെന്താണാവോ അത്ര മധുരമില്ല. അപ്പോൾ ഞാൻ വേണ്ട മധുരം, ഒരു പായസമൊക്കെ ആകുമ്പോൾ നല്ല മധുരം വേണ്ടേ, അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള മധുരം കൂടി ചേർത്തി കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തു. എന്നിട്ട് ഒന്ന് തിളച്ച് വന്നു എന്ന് വെച്ചാൽ പിന്നെ അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചപ്പോൾ തന്നെ നമ്മളുടെ പാലടയുടെ മണം അടിപൊളിയായിട്ട് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതങ്ങനെ എടുത്ത് മാറ്റി വെച്ചു. അപ്പോൾ നമ്മുടെ പായസം റെഡി. ഇനിയിപ്പോൾ സാമ്പാർ റെഡിയാക്കലാണ്. സാമ്പാറിന് വന്നിട്ട് പരിപ്പ് ചേർത്തി കൊടുത്ത് അതുപോലെ തന്നെ പുളിയും ചേർത്തിയിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി മാറ്റി വെച്ചു കേട്ടോ. എന്നതിന് ശേഷം എന്താ കുറച്ച് തേങ്ങയിലേക്ക് കുറച്ച് ജീരകവും കൂടിയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അത് നമ്മുടെ കൂട്ടുകറിയിലേക്ക് വേണ്ടിയിട്ടാണ്. കൂട്ടുകറിയിലേക്ക് അത് ചേർത്തി കൊടുത്തതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും കൂടിയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടുകറിയുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് താളിച്ചെടുക്കണം. അതിന് മുമ്പിട്ടായിട്ട് നമ്മളുടെ സാമ്പാർ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് താളിച്ചെടുക്കാം. കടുകും കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽമുളകും പിന്നെ ഞാൻ സാമ്പാർ പൊടി ആണ് എടുക്കുന്നത്. സാമ്പാർ പൊടിയും കൂടിയും ചേർത്തിയിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ സാമ്പാറിലേക്ക് താളിച്ച് കൊട്ടുകയാണ് കേട്ടോ ചെയ്യണത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ഒരു സാമ്പാറാണ്. എല്ലാവർക്കും ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ കാണാൻ നല്ല മുഞ്ചുണ്ടല്ലോ നമ്മുടെ സാമ്പാർ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. എന്നതിന് ശേഷം എന്താ ഞാൻ കറി മാറ്റി വെച്ചതിന് ശേഷം കൂട്ടുകറി റെഡിയാക്കാൻ വേണ്ടി നോക്കല. അതിലേക്ക് കുറച്ച് എണ്ണയിലേക്ക് കടുക്, കറിവേപ്പില, വറ്റൽമുളക് ഇട്ടുകൊണ്ട് നല്ലതുപോലെ ഒന്ന് എന്താ പറയുക ഇതാക്കിയിട്ട് താളിച്ചിട്ട് നമ്മുടെ കൂട്ടുകറിയിലേക്ക് ഇതാക്കി കൊടുക്കുക. എന്നതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കൂട്ടുകറി റെഡി. എന്നതിന് ശേഷം ഞാൻ കുറച്ച് നമ്മളുടെ തോരൻ തയ്യാറാക്കല. കേബേജ് തോരനാണ്. കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടുകൊണ്ട് ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം പിന്നെ അതിലോട്ട് നമ്മളുടെ കേബേജ് ഇട്ടുകൊണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതിനുള്ള ഉപ്പും കൂടിയും ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് അടച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിനിടയിൽ ഞാനിതാ അവിയലിനുള്ളതും കൂടി റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അവിയലിന് വേണ്ട കഷ്ണങ്ങളൊക്കെ ഇട്ടുകൊണ്ട് പാകത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കുറച്ച് മാത്രം വെള്ളം ചേർത്തിങ്ങണ്ട് കഷ്ണങ്ങൾ വേവാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളുടെ കേബേജ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് തേങ്ങയും പച്ചമുളകും നല്ലതുപോലെ ഒന്ന് ചതച്ചിട്ട് അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മളുടെ കേബേജ് തോരൻ അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി അവിയൽക്കുള്ള തേങ്ങയാണ് റെഡിയാക്കുന്നത്. അതിലേക്ക് കുറച്ച് തേങ്ങയിലേക്ക് കുറച്ച് പച്ചമുളകും കുറച്ച് ജീരകവും അതുപോലെ തന്നെ തേങ്ങയൊക്കെ ചേർത്തിങ്ങനെ നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കുക. എന്നിട്ട് അത് അവിടെ മാറ്റി വയ്ക്കുക കേട്ടോ. നമ്മൾ അവിയൽ പച്ചക്കറി ഒന്ന് വെന്ത് വരണമല്ലോ, ആ ഒരു ഗ്യാപ്പ് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ നമ്മൾ തേങ്ങ ചേർത്തിയത് നമ്മളുടെ തോരനത്തെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും നമ്മൾ ശ്രദ്ധ ഉണ്ടാവുക. ഓരോരോ റെസിപ്പി ചെയ്യുമ്പോൾ അടുത്ത് തന്നെ നിന്നിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ശ്രദ്ധ കിട്ടും. ശ്രദ്ധ മാറിപ്പോവാതെ ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കറികളൊക്കെ റെഡിയാക്കാൻ പറ്റും. ഒന്ന് റെഡി ആവുന്നതിൻ്റെ ഒപ്പം നമുക്കൊരു കറക്റ്റ് പ്ലാനിങ് ഉണ്ട് എന്നുണ്ടെച്ചെങ്കിൽ നമുക്ക് വേഗം തന്നെ മറ്റൊന്ന് റെഡിയാക്കാൻ പറ്റും. ഇപ്പോൾ പരിപ്പ് വെച്ചപ്പോൾ ഞാൻ അതിനുള്ള പാലും അപ്പുറത്ത് വെച്ച് പായസത്തിനുള്ളത്. എന്നിട്ട് ഞാൻ കഷ്ണങ്ങൾ സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങൾ അരിഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഓരോന്ന് ഒഴിയുമ്പോൾ ഓരോന്ന് നമുക്ക് അടുപ്പിക്ക് കയറ്റിയാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പണികൾ കഴിഞ്ഞു കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ അവിയലിൽ നമ്മളുടെ തേങ്ങയും ജീരകവും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ചതച്ചത് ചേർത്തി കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം പിന്നെ അതിലോട്ട് തൈരും ചേർത്തി ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും അതുപോലെ തന്നെ
കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു എന്ന് വെച്ചാൽ നമ്മളുടെ അവിയലും റെഡി ഇട്ടാ. അപ്പോൾ നമ്മുടെ സദ്യക്കുള്ള ഏകദേശം മുഴുവനൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും കുറച്ച് അത്യാവശ്യത്തിനുള്ള കറികളൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ട് നമ്മുടെ സദ്യ റെഡിയാക്കിയിരിക്കുകയാണ്. അങ്ങനെ എന്താ കൂട്ടുകറി, അവിയൽ, തോരൻ, പിന്നെ പപ്പടം, കറക്റ്റ് ഓർഡറൊന്നുമല്ല കേട്ടോ, സാമ്പാർ, അതുപോലെ തന്നെ അച്ചാർ, പിന്നെ എന്തായിരുന്നു പഴം, അങ്ങനെ അതെല്ലാം വെച്ചുകൊണ്ട് നമ്മളുടെ അടിപൊളി സദ്യ റെഡി. അപ്പം നിങ്ങൾക്ക് ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. റെസിപ്പീസ് എല്ലാം നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, എന്നാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വ്ളോഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഹാപ്പി ഓണം. ട്രൈ ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.